ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവരെ വളരാൻ അനുവദിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായി ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 29-30 വാക്യങ്ങൾ. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുകയും ഗോതമ്പിന്റെ വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്നു. അതിനായി അവൻ നിലം കൃഷി ചെയ്യുന്നു, വെള്ളം നിലനിർത്താൻ സൗകര്യമൊരുക്കി നനയ്ക്കുന്നു. എന്നാൽ ഗോതമ്പിനൊപ്പം കളകളും വളരുന്നു. ആരാണ് ഈ കളകൾ നട്ടത്? ആരും അവരെ നട്ടുപിടിപ്പിക്കേണ്ടതില്ല. അവർ സ്വയം വളരുന്നതിനാൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി. എന്നാൽ ഈ കളകൾ വിതയ്ക്കുന്നത് സാത്താനാണെന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. സഭയെടുക്കുകയാണെങ്കിൽ ഗോതമ്പ് മണി പോലെ നല്ല വിശ്വാസികൾ ഉണ്ടാകും. കളകൾ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസികളും ഉണ്ടാകും. അവരെ കാണുമ്പോൾ നമ്മൾ സ്വയം അസ്വസ്ഥരാകുന്നു. അവരെ നീക്കം ചെയ്യാനും അവരെ സഭയിൽ നിന്ന് അകറ്റി നിർത്താനും ആഗ്രഹിക്കുന്നു. കാരണം അവർ നല്ല വിശ്വാസികളിൽ മോശം സ്വാധീനം ചെലുത്തും. എന്നാൽ കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. അല്ല, കള പെറുക്കുമ്പോൾ അതിനോടൊപ്പം ഗോതമ്പും പിഴുതെറിയാതിരിക്കാൻ കളകൾ നീക്കം ചെയ്യാനുള്ള നല്ല ശ്രമത്തിൽ നല്ല വിശ്വാസികളെ നീക്കം ചെയ്യാൻ പാടില്ല. ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട്. അത് വിളവെടുപ്പിന്റെ ദിവസമാണ്. കാലാവസാനത്തിൽ ദൂതന്മാർ ഇറങ്ങി വന്ന് ഗോതമ്പ് കൊയ്യും. അപ്പോൾ മാത്രമേ ആ കളകൾ വിലയിരുത്തപ്പെടുകയുള്ളൂ. അവർ കളകൾ വേർപെടുത്തി തീയിലിട്ട് ചുട്ടുകളയും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അവരെ വിതച്ച ശത്രു പിശാചും വിളവ് യുഗാന്തവും കൊയ്യുന്നവർ ദൂതന്മാരുമാണ്. ആകയാൽ കളകൾ പെറുക്കി തീയിലിട്ട് ചുട്ടുകളയുന്നതുപോലെ ഈ യുഗത്തിന്റെ അവസാനം സംഭവിക്കും എന്ന് ഇത് മത്തായി സുവിശേഷം 13-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ കർത്താവിന്റെ സഭയിൽ ജാതി വ്യത്യാസങ്ങളെക്കുറിച്ചും സാമ്പത്തിക നിലയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ധാരാളം കളകളും ഉണ്ടാകാം. അത്തരം ദുഷ്ടന്മാരിൽ പ്രകോപിതരാകരുത്. സഭയെ പരിപൂർണമാക്കാൻ കർത്താവ് ചിലപ്പോൾ അനുവദിക്കുന്നു. അതിനാൽ കളകൾ പിഴുതെറിയാൻ ശ്രമിക്കുന്നത് പോലെ നല്ല വിശ്വാസികളെ നശിപ്പിക്കരുത്. ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. അവൻ എല്ലാ കാര്യങ്ങളും നീതിയോടെ ചെയ്യും. നിങ്ങൾ ദൈവത്തിന്റെ സന്തതിയാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന്റെ സന്തതി അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ പാപം ചെയ്യാൻ അവന് കഴിയുകയില്ല എന്ന് ഇത് 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതിനാൽ പാപമോ ശാപമോ നിങ്ങളെ സ്പർശിക്കാതിരിക്കാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ മണ്ണിൽ സാത്താൻ കളകൾ വിതയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവമക്കളെ, നിങ്ങൾ സ്വയം വിശുദ്ധീകരിക്കുകയും കർത്താവിന് 30 ഇരട്ടി 60 മടങ്ങ് 100 മടങ്ങ് വിളവ് നൽകുന്നതിന് ആത്മീയമായി പുരോഗമിക്കുകയും വേണം. നല്ല വിത്ത് പാകിയ കർത്താവ് തീർച്ചയായും നിങ്ങളിൽ നിന്ന് നല്ല വിളവ് പ്രതീക്ഷിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യം. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 31-32 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം 16 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.